നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വിൻസെന്റ് കോമ്പനിയെ പരിശീലകനായി ബയൺ മ്യൂണിക്ക് പരിഗണിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നപ്പോൾ അത് അത്ര സീരിയസ് ആയി കരുതിയിരുന്നില്ല. കാരണം പല പരിശീലകരെയും അവർ പരിഗണിക്കും, ആ കൂട്ടത്തിൽ ഒരാൾ എന്ന് മാത്രമേ കോമ്പനിയെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല, ശരിക്കും സീരിയസ് ആണ് എന്ന് ഫബ്രിസിയോ റൊമാനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം, വിൻസെന്റ് കോമ്പനിക്ക് അത്ര വലിയ പരിശീലക ഹിസ്റ്ററി ഒന്നും പറയാനില്ല. ബേൺലി അദ്ദേഹം പരിശീലിപ്പിച്ചിട്ട് ടീം ഇപ്പോൾ റെലഗേറ്റഡ് ആയി പോയിട്ടുമുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ തന്നെ ബയൺ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. മികച്ച കരിയർ പ്ലെയർ എന്ന നിലയിലുള്ളയാളാണ് കോമ്പനി, അക്കാര്യത്തിൽ നിന്നും ആർക്കും തർക്കമില്ല. പക്ഷെ പരിശീലകൻ എന്ന റോളിൽ ബയണിന്റെ കോച്ചായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ വലിയൊരു ക്വാളിറ്റി ബയണിന്റെ തലപ്പത്തിരിക്കുന്നവർ കണ്ടിട്ടുണ്ടാവണം. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം ഇങ്ങനെയാണ്: ബയൺ ആർ ക്ലോസിംഗ് ഇൻ ഓൺ ഡീൽ ടു അപ്പോയിന്റ് വിൻസെന്റ് കോമ്പനി ആസ് ന്യൂ ഹെഡ് കോച്ച്, ഇറ്റ്സ് ഇമ്മിനന്റ് എന്നാണ് ഫബ്രിസിയോ പറയുന്നത്. അപ്പോൾ ആ ഡീലിലേക്ക് വളരെ ക്ലോസ് ആയി കഴിഞ്ഞു, അത് നടക്കാൻ പോകുന്നു എന്ന് വേണം പറയാൻ. കോമ്പനി ബയണിന്റെ ജോബ് ആദ്യത്തെ കോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ തിങ്കളാഴ്ച ലഭിച്ചപ്പോൾ തന്നെ ആക്സെപ്റ്റ് ചെയ്തതാണ്. ഹി ഈസ് റെഡി ഫോർ ന്യൂ ചാപ്റ്റർ. കഴിഞ്ഞില്ല, ബയണും ബേൺലിയും തമ്മിൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡീല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. കോമ്പൻസേഷൻ ഫീ കൊടുക്കണം, കാരണം ബേൺലിയിൽ കോൺട്രാക്ട് ഉള്ളയാളാണല്ലോ, അപ്പം കോമ്പൻസേഷൻ ഫീ കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇപ്പൊ പുരോഗമിക്കുന്നു എന്നാണ് ഫബ്രിസിയോ റൊമാനോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കത്തില് വിൻസെന്റ് കോമ്പനി ബയണിന്റെ പരിശീലകനാവാൻ പോകുന്നു. തോമസ് ടുഷേൽ പരിശീലക സ്ഥാനം വിടുകയാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും അവർ നഗൽസ്മാനെ തന്നെ തിരികെ കൊണ്ടുവരാൻ നോക്കി. റാൽഫ് റാഗ്നിക്കിനെ സമീപിച്ചു. അങ്ങനെ പലരെയും സമീപിച്ചിട്ട് ഒന്നും ശരിയാവാതെ വന്നപ്പോ ഒടുവിൽ ഇതാ കോമ്പനിയെ പരിശീലകനാക്കാൻ പോകുന്നു ബയൺ. ഈ നീക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമന്റ് ബോക്സ് രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്